ഹലോ എവരി വൺ. ഇന്ന് നമ്മളുടെ അടുത്ത വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് വേവ് മോഷൻ എന്താണെന്നാണ്. വേവ് മോഷൻ. അപ്പോൾ വേവ് മോഷൻ എന്താണെന്ന് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം മനസ്സിലാവേണ്ടത് എന്താണ് ഈ വേവ് എന്നുള്ളതാണ്. അല്ലേ, വാട്ട് ഇസ് എ വേവ്? വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സ്റ്റില്ലായി കിടക്കുന്ന ഒരു വാട്ടർ ബോഡി, എന്തെങ്കിലും വെള്ളം, അതിൻ്റെ അകത്ത് നമ്മളൊരു സ്റ്റോൺ അല്ലെങ്കിൽ ഒരു കല്ലിങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അല്ലേ, എന്തുകൊണ്ട് അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടായത്? നമ്മൾ വെള്ളത്തിലേക്ക് ഒരു കല്ല് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുമ്പം ആ സ്റ്റില്ലായിട്ട് നിന്ന് ആ വെള്ളത്തിൻ്റെ അകത്ത് ഒരു ഡിസ്റ്റർബൻസായി, ഒരു ബുദ്ധിമുട്ട് പോലെ അവിടെ ഫോം ചെയ്ത്, അപ്പോൾ ആ ഡിസ്റ്റർബൻസ് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇതിങ്ങനെ ഈ സ്പൈറലായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ആ ഡിസ്റ്റർബൻസ് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ പോകുന്ന കാണാം. അല്ലേ, വെള്ളം മൂവ് ചെയ്യുന്നില്ല, പക്ഷേ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകും, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, വേവ് എന്ന് പറയുന്നത്. നമ്മുടെ കോമൺ ലൈഫിൽ കാണുന്ന വേവിൻ്റെ ഒരു എക്സാമ്പിൾ അതാണ്. അങ്ങനെയാണെങ്കിൽ എന്താ ഒരു വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേവ്സ് ആർ ഡിസ്റ്റർബൻസസ് ദാറ്റ് ട്രാൻസ്ഫർ എനർജി ഫ്രം വൺ പ്ലേസ് ടു another without the permanent displacement of the medium through which they travel. അപ്പോൾ നമ്മൾ ഒരു കല്ല് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ എന്ന് പറഞ്ഞ മീഡിയം എവിടെ മൂവ് ചെയ്യുന്നൊന്നുമില്ല. എവിടെയാണോ സ്റ്റോൺ വീണത് അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ആ ഡിസ്റ്റർബൻസ് ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പോകുന്നേ ഉള്ളൂ. അതല്ലാതെ ആ വാട്ടറിന് മൂവ്മെൻ്റ് ഒന്നും സംഭവിക്കുന്നില്ല. അവിടെയുള്ള വാട്ടർ പാർട്ടികൾ അപ്പും ഡൗണും ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നതെന്നുള്ളൂ. അപ്പം അതൊരു ഫോം ഓഫ് എനർജി ട്രാൻസ്ഫറാണ്. അല്ലേ, ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ആ ഡിസ്റ്റർബൻസിൻ്റെ എനർജി ട്രാൻസ്ഫറാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക്. കുറച്ച് നേരം കഴിഞ്ഞാൽ അതിൻ്റെ എനർജി കുറയും, താനെ ആ ഡിസ്റ്റർബൻസും പോവും. അല്ലേ, അതാണ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിവിടെ മെയിനായിട്ട് പഠിക്കാനുള്ളത് എന്താണ് വേവ് മോഷൻ എന്നാണ്. വാട്ട് ഈസ് വേവ് മോഷൻ? വേവ് ഈ തരംഗങ്ങൾ എന്ന് പറയും മലയാളത്തിൽ, അതിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ എന്താ വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ? വേവ് മോഷൻ ഈസ് വൺ ഓഫ് ദ മോഡ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് ദ മീഡിയം ടു അതർ പാർട്സ്. എന്താ ഈ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത എന്താണ്, വെള്ളത്തിൻ്റെ അകത്തേക്ക് ഒരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ മീഡിയം എന്താ? വാട്ടറാണ്. അല്ലേ, വാട്ടറാണ് മീഡിയം വരുന്നത്. അപ്പം വേവ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജീനെ ഒരു മീഡിയത്തിന് ഒരു ഭാഗത്ത് നിന്ന് വേറെ ഭാഗത്തേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നമ്മൾ എന്താ പറയുന്നത്, വേവ് മോഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ശരിക്കുള്ള ഡെഫിനിഷൻ എന്താ വരുന്നത്? ദ കണ്ടിന്യൂസ് പ്രോപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു ദ അതർ പാർട്സ് ത്രൂ ഓസിലേഷൻസ് ഇസ് കോൾഡ് വേവ് മോഷൻ. ഓസിലേഷനാണ്, ടു ആൻഡ് ഫ്രോ മോഷനാണ്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇവിടെ എന്താ ചെയ്യുന്നത്? ഇതാണ് നമ്മളൊരു സ്ലിങ്കി എന്ന് പറയുന്നത്, ഒരു ടൈപ്പ് ഓഫ് സ്പ്രിങ് ആണിത്. അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് നമ്മളിത് പ്രസ് ചെയ്ത് വിടുമ്പം ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മെല്ലെ ആ ഡിസ്റ്റർബൻസ് ഇവിടെ എത്തി, പിന്നെ അവസാന ഡിസ്റ്റർബൻസ് പുറത്തേക്ക് എത്തുന്നുണ്ട്. അല്ലേ, സ്പ്രിങ് ഒന്നും സംഭവിക്കുന്നില്ല. ആ ഡിസ്റ്റർബൻസ് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക്, അവിടെ നിന്ന് പിന്നെ വേറൊരു പോയിന്റിലേക്ക് അങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത്, വേവ് എന്ന് പറയുന്നത്. ഇങ്ങനെ ആ വേവിൻ്റെ മോഷനെ നമ്മൾ വേവ് മോഷൻ എന്ന് പറയും. ഇവിടെ എന്താ നടക്കുന്നത്? ഒരു ഡിസ്റ്റർബൻസിനെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ട്രാൻസ്ഫറാണ് ചെയ്യുന്നത്. അല്ലേ, അതാണ് നമ്മൾ വേവ് മോഷൻ എന്ന് പറയുന്നത്. എന്താ വേവ് മോഷൻ? ദ കണ്ടിന്യൂസ് പ്രോപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു അതർ പാർട്സ് ത്രൂ ഓസിലേഷൻ കൂടെ ഒരു എനർജീനെ ഒരു ഭാഗത്തുനിന്ന് വേറെ ഭാഗത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രോപ്പഗേറ്റ് ചെയ്യുക, മൂവ് ചെയ്യിക്കുന്നതാണ് എന്താ പറയുന്നത്, വേവ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ്സ്. വേവ്സിൻ്റെ പലതരം ടൈപ്സ് ഉണ്ട്. അതിൽ നമുക്ക് പഠിക്കാനുള്ള മെയിൻ ആയിട്ട് ഫസ്റ്റ് വരുന്നതാണ് മെക്കാനിക്കൽ വേവ്സ്. മെക്കാനിക്കൽ വേവ്സിൻ്റെ രണ്ട് തരത്തിലുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് മെക്കാനിക്കൽ വേവ്സ് ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, ട്രാൻസ്വേഴ്സ് വേവ്. പിന്നെയുള്ള സെക്കൻഡ് ടൈപ്പാണ് എന്ത്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ. ഇതെന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത്, വെള്ളത്തിൻ്റെ അകത്ത് നമ്മൾ സ്റ്റോൺ ഡ്രോപ്പ് ചെയ്തപ്പം അവിടെ വെള്ളമാണ് മീഡിയം എന്ന് പറഞ്ഞ്, അപ്പോൾ ആ മീഡിയത്തിൽ നമുക്ക് ആ ഡിസ്റ്റർബൻസ് ശരിക്കും ഇങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് വേറെ ഭാഗത്തേക്ക് പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലേ, അതെ. പിന്നെ വേറൊരു എക്സാമ്പിൾ എന്താ വെച്ചാൽ, നമ്മൾ എർത്തിൽ, അല്ലേ, ഭൂമിയിൽ സൗണ്ടൊക്കെ നമുക്ക് നല്ലോണം കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മളൊരു സ്പേസിൽ പോയി കഴിഞ്ഞാൽ
അല്ലേ? സ്പേസിൽ പോയി കഴിഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള എക്സ്പ്ലോഷൻസും അതേപോലെ തന്നെ കൂട്ടിയിടിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആ കൂട്ടിയിടി നടക്കുന്നത് നമ്മൾ വെളിച്ചം മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ, അല്ലേ? വെളിച്ചം മാത്രമേ കാണുന്നുള്ളൂ. എന്തുകൊണ്ടാണ് നമുക്ക് അവിടെ നടക്കുന്നതിൻ്റെ ആ കൂട്ടിയിടിൻ്റെ സൗണ്ട് കേൾക്കാത്തത്? എന്തുകൊണ്ടായിരിക്കും? കാരണം അവിടെ കണ്ടിന്യൂസ് മൂവ്മെൻ്റ് ആണ്, അല്ലേ? പലതരം ഹെവൻലി ഒബ്ജക്ട്സ് ഉണ്ടാവും, അത് കണ്ടിന്യൂസ് മൂവ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമുക്ക് അവർ തമ്മിലിടിക്കുന്നതൊന്നും അറിയുന്നില്ല. എന്തുകൊണ്ടാണ് ആ സൗണ്ട് എത്താത്തത്? അതിന് കാരണമുണ്ട്. അതെന്താ വെച്ചാൽ നമുക്കറിയാം, സ്പേസ് അവിടെ ഒരു തരത്തിലുള്ള മാറ്റർ ഇല്ല, അല്ലേ? അവിടെ മീഡിയം ഇല്ല, ശൂന്യതയാണ് അവിടെ. പക്ഷേ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ അങ്ങനെയല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാസിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്, പിന്നെ പലതരത്തിലുള്ള പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പാർട്ടിക്കിൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, അതായത് ഒരു മീഡിയം ഇല്ലാത്തത് കൊണ്ട് സൗണ്ട് എവിടെ എത്തുന്നില്ല? എർത്തിലേക്ക് എത്തുന്നില്ല. പക്ഷെ നമ്മൾ ഇടിയൊക്കെ വെട്ടുന്ന സമയത്ത് നമുക്ക് ആദ്യം മിന്നൽ കാണും, പിന്നെയാണ് നമ്മൾ സൗണ്ട് കേൾക്കുന്നത്. ആ സൗണ്ട് കേൾക്കാൻ കാരണം എന്താ? അതിന് കാരണം എന്താ വെച്ചാൽ എയർ ഒരു മീഡിയമായിട്ട് അവിടെ വർക്ക് ചെയ്യും. അപ്പോൾ ഈ തണ്ടർ ഉണ്ടാകുമ്പം, ഈ ക്ലൗഡ്സിൻ്റെ കൂട്ടിയിടി ഉണ്ടാകുന്ന സൗണ്ട് ആ എയർ എന്ന് പറയുന്ന മീഡിയത്തിൽ കൂടെ നമ്മളുടെ ചെവിയിലേക്ക് എത്തി നമുക്ക് ആ ഫീൽ ചെയ്യും, അല്ലേ? അപ്പം നമ്മളിപ്പോൾ രണ്ട് ടൈപ്പ് കാര്യങ്ങൾ മനസ്സിലാക്കി. ഒന്ന്, ഒരു ടൈപ്പ് ഓഫ് വേവിന് എന്ത് വേണം? മീഡിയം വേണം. വേറൊരു ടൈപ്പിന് മീഡിയം വേണ്ട. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അല്ലേ? സൗണ്ട് എന്താ? ഫോം ഓഫ് എനർജിയാണ്. അപ്പം ഒരു കേസിൽ ആ സൗണ്ടിന് സഞ്ചരിക്കണമെങ്കിൽ, മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു മീഡിയം വേണം. മറ്റേന് ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല, അല്ലേ? മീഡിയത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം ഏത് ടൈപ്പ് വേവിനാണോ മൂവ് ചെയ്യാൻ ഒരു മീഡിയം വേണ്ടത്, ആ ടൈപ്പ് വേവ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ വേവ്സിന് എന്ത് വേണ്ട? എന്ത് വേണം? അതിനൊരു മീഡിയം വേണം, അല്ലേ? മെക്കാനിക്കൽ വേവ്സിന് ഒരു മീഡിയം വേണം. മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ? മൂവ് ചെയ്യുള്ളൂ, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് എന്ത് വേണ്ട? ഒരു മീഡിയം വേണ്ട. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി നമുക്കതിൻ്റെ ഡെഫിനിഷൻസ് നോക്കാം. വാട്ട് ആർ മെക്കാനിക്കൽ വേവ്സ്? മെക്കാനിക്കൽ വേവ്സ് ആർ ദോസ് ദാറ്റ് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യിക്കാൻ വേണ്ടി, സഞ്ചരിക്കാൻ അതിനെന്ത് വേണം? ഒരു മീഡിയം വേണം. ഈ മെക്കാനിക്കൽ വേവ്സ് നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ആദ്യത്തെ ടൈപ്പ് നമ്മൾ വിളിക്കുന്ന പേര് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. രണ്ടാമത്തെ ടൈപ്പ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയും. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്. ഇപ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിൻ്റെ എക്സാമ്പിൾ എടുത്ത് കാണുമ്പം നമ്മൾ കണ്ടല്ലേ, വെള്ളത്തിൻ്റെ പാർട്ടികൾ അപ്പും ഡൗൺ, മുകളിലും താഴോട്ടേക്കാണ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പും ഡൗൺ ആണ്. അപ്പം അങ്ങനെ അപ്പും ഡൗണുള്ള മോഷനുള്ള വേവ്സിനെ, മെക്കാനിക്കൽ വേവ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയുന്നത് കേട്ടോ. ട്രാൻസ്വേഴ്സ് വേവ്. അപ്പം ഇഫ് മൂവ്മെൻറ്റ് ഇങ്ങനെയായിരിക്കും വേവിൻ്റെ. അപ്പോൾ പാർട്ടികൾ എവിടേക്കാണ് മൂവ് ചെയ്യുന്നത്? അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അതായത് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. വേവ് എങ്ങോട്ടേക്കാണ് പോകുന്നത്, അതിൻ്റെ കുത്തനെ പെർപെൻഡിക്കുലറായിട്ടായിരിക്കും പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ട് ഭാഗം കാണാം. ഇവിടെ ഒരു അപ്പർ പാർട്ടുണ്ട്, ഇവിടെ ഒരു ലോവർ പാർട്ടുണ്ട്. അങ്ങനെ ഈ അപ്പർ പാർട്ടിനെ നമ്മൾ ക്രസ്റ്റ് എന്ന് പറയും. CREST, ക്രസ്റ്റ്. അതേപോലെ ഈ താന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര് ട്രഫ് എന്നാണ്. TROUGH, ട്രഫ്. അപ്പോൾ ഒരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കേസിൽ അപ്പ് ആൻഡ് ഡൗൺ പോയിൻറ്റ്സ് ഉണ്ടാവും, അല്ലേ? ഹൈറ്റ് കൂടിയ ഈ ഭാഗങ്ങളുണ്ടാവും. ഹൈറ്റ് കൂടിയ ആ പോയിൻ്റ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയും. താഴോട്ടേക്കാണ് ഹൈറ്റ് കൂടിയ ഭാഗം വരുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ട്രഫ് എന്നാണ്. ഓക്കെ, ട്രഫ്. അപ്പോൾ എന്താ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ? ട്രാൻസ്വേഴ്സ് വേവ് ഒരു ടൈപ്പ് മെക്കാനിക്കൽ വേവാണ്. അത് ഫ്ലോ ചെയ്ത് പോകുമ്പം, അല്ലെങ്കിൽ മൂവ് ചെയ്ത് പോകുമ്പം പാർട്ടിക്കിൾസിൽ എന്ത് മാറ്റമാണ് വരുന്നത്? അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. റിപ്പിൾസ് ഇൻ വാട്ടർ എന്ന് പറയും. വെള്ളത്തിനകത്ത് നമ്മൾ കല്ലിട്ടാൽ ഉണ്ടാകുന്ന ആ എഫക്റ്റാണ് റിപ്പിൾസ് എന്ന് പറയുന്നത്. അവിടെ അപ്പ് ആൻഡ് ഡൗൺ മോഷനാണ് ഉണ്ടാകുന്നത് പാർട്ടിക്കിൾസിൻ്റെ. ആ ടൈപ്പ് മെക്കാനിക്കൽ വേവ്സിനെ വിളിക്കുന്ന പേര് ട്രാൻസ്വേഴ്സ് വേവ്. ഇനി നേരത്തെ സ്പ്രിങ്ങിൻ്റെ കേസ് നമ്മൾ നേരത്തെ ക്ലിയർ ആയിട്ട് പിക്ചറിൽ കണ്ടതാണ്, അല്ലേ? നമ്മൾ രണ്ട് ഭാഗത്തേക്ക് വലിക്കുമ്പം അവിടെ ആ ഡിസ്റ്റർബൻസ് മൂവ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇങ്ങോട്ടേക്കാണ് നമ്മൾ മോഷൻ വരുന്നതെങ്കിൽ അതിന് പാരലായിട്ടായിരിക്കും എന്ത് പോകുന്ന ഡിസ്റ്റർബൻസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്റ്റർബൻസ് മൂവ് ചെയ്യുന്നത് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അപ്പം ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്താണ്? ദോസ് ഇൻ വിച്ച് ദ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. ഇതേപോലെ ഇങ്ങോട്ടേക്കായിരുന്നു മൂവ് ചെയ്യണമെങ്കിൽ അതിനെ പാരലായിട്ടായിരിക്കും അതിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്.
അപ്പം അവിടെ നമുക്ക് രണ്ട് ഭാഗം കണ്ടു. ഒരു ഭാഗം നല്ല കട്ടിയുള്ളത്, അതിനെ പ്രഷർ കൂടിയ ഭാഗം എന്ന് പറയും. ഇത് പ്രഷർ കുറഞ്ഞ ഭാഗമാണ്, അതിനെ കണ്ടൻസിങ് ആൻഡ് റാർഫാക്ഷൻ എന്ന് പറയും കേട്ടോ. രണ്ട് പാർട്ടാണ് അതിനുള്ളത്. അപ്പം മെക്കാനിക്കൽ വേവ്സിന് രണ്ട് ടൈപ്പിൽ വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ. എന്താ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ, ട്രാൻസ്വേഴ്സ് വേവിൽ മീഡിയത്തിൽ മൂവ് ചെയ്യുമ്പം അപ്പ് ആൻഡ് ഡൗൺ മോഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പം അവിടെ ക്രസ്റ്റും ട്രഫാണ് ഫോം ചെയ്യുന്നത്. നേരെ മറിച്ച് ഇതേപോലെയുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണെങ്കിലോ അവിടെ പ്രഷർ ഡിഫറൻസ് ആണ് വരുന്നത്. ഹൈ പ്രഷർ റീജിയനും ലോ പ്രഷർ റീജിയൻസാണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പം ആ ഹൈ പ്രഷർ റീജിയൻ നമ്മൾ കംപ്രഷൻ എന്ന് പറയും. കംപ്രസ് ചെയ്യാൻ അടുപ്പിച്ചിട്ടുള്ള ഭാഗം. അതേപോലെ പ്രഷർ കുറഞ്ഞ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേര് റാർ ഫാക്ഷൻസ്. കംപ്രഷൻസ് ആൻഡ് റാർ ഫാക്ഷൻസ് എന്നാണ് പറയാം. കംപ്രഷൻസ് ആൻഡ് റാർ ഫാക്ഷൻസ്. അപ്പോൾ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ കേസിൽ എന്താണ്, കംപ്രഷൻസും റാർ ഫാക്ഷനാണ് ഉണ്ടാവുന്നതെങ്കിൽ, നമ്മളുടെ ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിലോ അവിടെ ഉണ്ടാകുന്ന ക്രസ്റ്റ് ആൻഡ് ട്രഫ് ആയിരിക്കും. അപ്പോൾ ഈ പ്രഷർ കൂടിയ ഭാഗം കംപ്രഷൻ എന്ന് പറയും, പ്രഷർ കുറഞ്ഞ ഭാഗത്തിന് റാർ ഫാക്ഷൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസൊക്കെയാണ്. ഇപ്പം ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ വെള്ളത്തിനകത്തുള്ള റിപ്പിൾ എഫക്റ്റ് നമ്മൾ കേട്ട്, അതൊക്കെ എന്താണ്, മെക്കാനിക്കൽ വേവ്സിൻ്റെ ഭാഗമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് നമ്മൾ അടുത്ത ടൈപ്പ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്താ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് എന്ത് വേണ്ട, ഒരു മീഡിയം വേണ്ട. ഇപ്പോൾ റേഡിയോ വേവ്സ് ഉണ്ട്, മൈക്രോവേവ്സ് ഉണ്ട്, ഇൻഫ്രാറെഡ് വേവ്സ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ് റേസ്, എക്സ് റേസ്, ഗാമ റേസ്, ഇതൊക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അപ്പോൾ ഇൻഫ്രാറെഡ് നമ്മളിപ്പം ടി വിൻ്റെ റിമോട്ടൊക്കെ പ്രസ് ചെയ്യുമ്പം നമ്മൾ വേവ്സ്, ലൈറ്റിൻ്റെ വേവ്സ് പോകുന്ന കാണുന്നില്ല അല്ലേ. നേരെ ടി വിൻ്റെ നമ്മളിപ്പോൾ ചാനൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഓഫ് ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് മീഡിയം ഒന്നും വേണ്ട, അത് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും, അങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ്സ്. ഇനി ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ അല്ലേ. ഈ വേവ്സിൻ്റെ പ്രത്യേകതകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പാർട്ടാണ്. നമ്മൾ ഈ രണ്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഭാഗം എന്താ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടു. അതെന്തായിരുന്നു, മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദ വേവ്. ഇപ്പോൾ ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ ഡയറക്ഷൻ, മോഷൻ ഇങ്ങനെയായിരിക്കും. ഇതാണ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റേൽ ഇതിന് പാരലായിട്ട് ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ടേക്ക് പാരലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. പിന്നെ ഈ കാര്യം പറഞ്ഞു, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ പ്രഷർ കൂടിയ ഭാഗവും പ്രഷർ കുറഞ്ഞ ഭാഗവും ഉണ്ടാവും. പ്രഷർ കൂടിയ ഭാഗത്തിനെ കംപ്രഷൻ എന്ന് പറയും, പ്രഷർ കുറഞ്ഞ ഭാഗത്തിന് റാർഫാക്ഷൻ എന്ന് പറയും. ട്രാൻസ്വേഴ്സ് വേവിൽ അപ്പ് ആൻഡ് ഡൗൺ, അതിൽ അപ്പർ പാർട്ടിന് നമ്മൾ വിളിക്കുന്ന പേര് ഇതാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. താഴോട്ടേക്കാണ് ഭാഗം വരെ ഇതിനെ ട്രഫ് എന്ന് പറയും അല്ലേ. ക്രസ്റ്റ് ആൻഡ് ട്രഫ്സ് ആർ ഫോംഡ്. ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ പ്രഷറിൽ വ്യത്യാസം വരും, പക്ഷേ ട്രാൻസ്വേഴ്സ് വേവിൽ പ്രഷറിൻ്റെ വ്യത്യാസം വരുന്നില്ല. ഹോപ്പ് ഇതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ വേവിൻ്റെ പ്രത്യേകതകളെ പറ്റിയിട്ടാണ്. എന്തൊക്കെയാണ് വേവ്സിൻ്റെ പ്രത്യേകതകൾ, അത് ഓരോ ടേംസ് നമ്മൾ പഠിക്കും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതേപോലെ ഷെയറും ചെയ്യാം. താങ്ക് യു.